നമസ്കാരം. K20യിൽ ഇന്ന് കേരളത്തിലെ 3 മേഖലകളിലെയും തെരഞ്ഞെടുപ്പിലെ അവസാനവട്ട വിശകലനമാണ്. പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇരു മുന്നണികളുടെയും മറ്റ് പാർട്ടികളുടെയും പ്രതീക്ഷ എത്രത്തോളമാണ്? കാസർഗോഡ് മുതൽ ആലത്തൂർ വരെയുള്ള 9 മണ്ഡലങ്ങളാണ് മലബാർ മേഖലയിലുള്ളത്. 2009 തെരഞ്ഞെടുപ്പിൽ ആഞ്ഞു വീശിയ ഇടതുവിരുദ്ധ തരംഗത്തിൽ 3 മാത്രമാണ് LDF ജയിച്ചത്. ബാക്കി 6 UDFിനോടൊപ്പം നിന്നു. കാസർഗോഡ്, പാലക്കാട്, ആലത്തൂർ എന്നീ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF ജയിച്ചത്. ഉറച്ച ലീഗ് സീറ്റായ മഞ്ചേരി പോലും നഷ്ടമായ 2004 തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ മലപ്പുറത്ത് മാത്രമാണ് UDF ജയിച്ചത്. ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ LDF പ്രതിരോധത്തിലായിരുന്നു ആദ്യം. എന്നാൽ പ്രചാരണ രംഗത്ത് ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു LDF. TP വധക്കേസ് ഉയർത്തിവിട്ട പ്രചാരണങ്ങളെ പോലും അതിജീവിച്ച് LDF നടത്തുന്ന മുന്നേറ്റം മലബാറിൽ കടുത്ത പോരാട്ടത്തിനാണ് ഇക്കുറി വഴിവെച്ചത്. UDFിലെ MP വീരേന്ദ്രകുമാറും LDFിലെ MP രാജേഷും ഏറ്റുമുട്ടുന്ന പാലക്കാട് നല്ല പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. പിന്നാക്ക മേഖലയായ പാലക്കാട് വികസനം തന്നെയാണ് പ്രധാന ചർച്ച. MP വീരേന്ദ്രകുമാർ തുടക്കത്തിൽ സൃഷ്ടിച്ച ഓളം കോൺഗ്രസിലെ ഒരു വിഭാഗം നിർജ്ജീവമായതോടെ അടങ്ങി. മികച്ച MP എന്ന പ്രതിച്ഛായുള്ള MP രാജേഷിന് പാർട്ടി വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ വിജയിക്കാനാകും. രാഷ്ട്രീയത്തിനപ്പുറമുള്ള MP വീരേന്ദ്രകുമാറിൻ്റെ പ്രതിച്ഛായ വോട്ടായി മാറിയാൽ UDFിന് വിജയിക്കാൻ അതുമതി. BJP സ്ഥാനാർത്ഥി 1 ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. ഇടതു കോട്ടയാണ് ആലത്തൂർ. UDF സ്ഥാനാർത്ഥി KA ഷീബയ്ക്ക് പ്രചാരണ രംഗത്ത് തരംഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സിറ്റിംഗ് MPയും LDF സ്ഥാനാർത്ഥിയുമായ PK ബിജുവിനെ മറികടക്കണമെങ്കിൽ ഇടതു വോട്ടുകളിൽ വലിയ വിള്ളൽ തന്നെ സൃഷ്ടിക്കേണ്ടി വരും. PK ബിജുവിൻ്റെ മുൻതൂക്കം ആലത്തൂരിൽ പ്രകടവുമാണ്. ലീഗ് കോട്ടയായ പൊന്നാനിയിൽ കോൺഗ്രസ് വോട്ടുകൾ ചോരുമോ എന്ന ആശങ്ക UDFിനുണ്ട്. ലീഗിലെ ET മുഹമ്മദ് ബഷീറും ഇടതു സ്വതന്ത്രനായി V അബ്ദുറഹ്മാനും മത്സരിക്കുമ്പോൾ നല്ല പോരാട്ടത്തിൻ്റെ ഒരു ചിത്രം മണ്ഡലത്തിലുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി TP അബുല്ലൈസും STPയും പിടിക്കുന്ന വോട്ടുകളും ഇവിടെ നിർണായകമാകും. മലപ്പുറത്ത് മുസ്ലിം ലീഗിനുള്ള അപ്രമാദിത്യം UDFിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. LDF സ്ഥാനാർത്ഥി PK സൈനബയ്ക്ക് ലീഗ് വോട്ടുകളിൽ കടന്നുകയറാൻ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലീഗ് വോട്ടുകൾ പിളർക്കാതെ മലപ്പുറത്ത് വിജയം സാധ്യവുമല്ല. ചെറു പാർട്ടികളായ വെൽഫെയർ പാർട്ടിയും STPയും മലപ്പുറത്ത് പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാണ്. മലബാറിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉയരുന്ന പുതിയ ശബ്ദങ്ങളും മുദ്രാവാക്യങ്ങളും ജനഹിതത്തിന് വിധേയമാകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ രാഷ്ട്രീയമായിട്ട് വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഏകപക്ഷീയമായിട്ടുണ്ടായിരുന്ന ഒരു മേധാവിത്വം അവിടെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ട് അവർ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അവസരവാദപരമായ രാഷ്ട്രീയം, അവരിന്ന് വരെ എടുത്തിരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ, അതൊക്കെ തന്നെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം പുതിയ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ SDPI, ഇങ്ങനെയുള്ള മുസ്ലിം സമൂഹത്തിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ പൊളിറ്റിക്കൽ ഫോഴ്സസ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അവസരവാദത്തെ വൻതോതിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വികസന രംഗത്ത് മുസ്ലിം ലീഗിന് പറ്റിയിരിക്കുന്ന പോരായ്മകൾ, മലപ്പുറം പോലുള്ള പ്രദേശം, ഇത്രയും വിപുലമായ പ്രദേശത്തിൻ്റെ വികസനത്തിന് എന്ത് വേണം, തീരപ്രദേശത്ത് ഒരു പുതിയ ജില്ല വേണം, തുടങ്ങിയ ഒരുപാട് പുത്തൻ പ്രശ്നങ്ങൾ അരങ്ങത്തേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഒരു വലിയ ചാലഞ്ചാണ് ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഒരു തരത്തിലും അവരുടെ വിജയ സാധ്യതയെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഒരു ചർച്ചയായിട്ട് ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഭാവി കാലത്ത് മലബാറിലെ പ്രത്യേകിച്ച് മുസ്ലിം പ്രദേശങ്ങളിലെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാനിടയുള്ളത് കുറേ കൂടി ഗൗരവമായ പ്രശ്നങ്ങളായിരിക്കും. മലപ്പുറത്തെ 1-2 തങ്ങന്മാർ മാത്രം വെച്ചുകൊണ്ട് മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായിട്ടും കൈയടക്കാമെന്ന് ഇത്രയും കാലം മുസ്ലിം ലീഗ് പയറ്റിയ ആ ഇടപാടുകൾ ഇനി വിജയിക്കാനുള്ള സാധ്യതയില്ല. കാരണം വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ സത്യസന്ധമായി പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം അവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നല്ല, മറിച്ച് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാകും. സൈദ്ധാന്തികമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, വികസനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ എല്ലാം തങ്ങൾ പറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് പ്രശ്നം പരിഹരിക്കുന്ന പരിപാടി ഇനി നടക്കാനിടയില്ല. തുടർച്ചയായി 6 തവണ ഇടതുമുന്നണി വിജയിച്ച മണ്ഡലമാണ് കാസർഗോഡ്. കോൺഗ്രസ് മത്സരത്തിന് സന്നദ്ധമായി എന്ന പ്രത്യേകത ഇത്തവണ കാസർഗോഡുണ്ട്. സിറ്റിംഗ് MP P കരുണാകരനും കോൺഗ്രസിലെ T സിദ്ദീഖും BJPയിലെ K സുരേന്ദ്രനും ഏറ്റുമുട്ടുമ്പോൾ ആർക്കും എളുപ്പം വിജയിക്കാവുന്ന സ്ഥിതിയില്ല. കാസർഗോഡ് ഭാഗത്ത്, പ്രത്യേകിച്ച് മഞ്ചേശ്വരം ഭാഗത്ത്
അവർക്ക് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് കർണാടകയിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് അവർ വന്നിട്ടുണ്ട്. കർണാടകയിൽ അവർ അധികാരം പങ്കിട്ടിട്ടുണ്ട്, വലിയ തോതിൽ സാമ്പത്തിക ശേഷി അവർക്കുണ്ട്, വലിയ റിസോഴ്സസ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിസോഴ്സസ് ഒരു പരിധി വരെ ഈ പ്രദേശങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് എന്നുള്ള ശക്തി ഏറ്റവും നന്നായിട്ട് പ്രയോഗിക്കാൻ കഴിയുന്ന പ്രദേശങ്ങളിലൊന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ്. അതിൻ്റെ അർത്ഥം അവർ വിജയിക്കുന്നല്ല, കാസർഗോഡ് അവർ വിജയിക്കാനുള്ള ഒരവസ്ഥയൊന്നും അവർക്കില്ല. പക്ഷേ ശക്തമായിട്ടുള്ളൊരു മത്സരം നടത്താനും ഒരു പരിധി വരെ മത്സരരംഗത്ത് മേൽക്കൈ നേടാനും അവർ കഴിയും. പക്ഷേ ഞാൻ ഇപ്പോഴും കാണുന്നത് കാസർഗോഡ് സീറ്റ് പൊതുവിലുള്ള ആ മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇടതുപക്ഷത്തിന് വിജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. 2009 64,000 വോട്ടുകൾക്ക് വിജയിച്ച P. കരുണാകരന് ഇത്തവണയും പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടെന്ന് മാത്രം. കണ്ണൂരിൽ കോൺഗ്രസിലെ K. സുധാകരനും CPMലെ PK ശ്രീമതിക്കും അഭിമാന പോരാട്ടമാണ്. സോളാർ കേസിലെ പ്രതി സരിത S. നായർ അബ്ദുള്ളക്കുട്ടി MLAക്കെതിരെ ആരോപണമുന്നയിച്ചത് UDFന് ക്ഷീണമായി. LDF വലിയ പ്രചാരണമാണ് ഇതിന് നൽകുന്നത്. TP വധക്കേസ് ഉയർത്തി ഇടതുമുന്നണിയെ അടിക്കാനുള്ള UDFന്റെ ശ്രമം പക്ഷേ അത്രയ്ക്ക് ഫലിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ മണ്ഡലമായി അറിയപ്പെടുന്ന കണ്ണൂരിൽ ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്ന് 99-ലും 2004-ലും തെളിയിക്കപ്പെട്ടതാണ്. അതിനാൽ ഒരു പ്രവചനത്തിന് കണ്ണൂരിൽ സാധ്യതയില്ല. അക്ഷരാർത്ഥത്തിൽ UDFന്റെ കോട്ടയാണ് വയനാട്. K. മുരളീധരൻ DAC സ്ഥാനാർത്ഥിയായി മത്സരിച്ച 2009-ൽ 1.5 ലക്ഷം വോട്ടുകൾക്കാണ് MI ഷാനവാസ് ഇവിടെ വിജയിച്ചത്. UDFന്റെ പഴയ ശക്തിക്ക് ഒട്ടും കുറവില്ലെങ്കിലും ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായ നിലമ്പൂരിലും വണ്ടൂരിലും കോൺഗ്രസ് പ്രചാരണം നിർജ്ജീവമായത് UDFന് ഭീഷണിയാകുന്നുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടും മലയോര കർഷകരുടെ ആശങ്കയും ഇവിടെ ചർച്ചയാണ്. അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്കുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും ചെറു പാർട്ടികളും പിടിക്കുന്ന വോട്ടുകൾ ഇവിടെ നിർണായകമാകും. വടകരയിൽ സിറ്റിംഗ് MP മുല്ലപ്പള്ളി രാമചന്ദ്രനും CPMലെ യുവനേതാവ് AN ഷംസീറും തീ പാറുന്ന പോരിലാണ്. RMPയുടെ കുമാരൻകുട്ടിയും മത്സരരംഗത്തുണ്ട്. TP വധക്കേസ് ഉയർത്തി UDFും RMPയും അവസാന ദിനങ്ങളിലും ആഞ്ഞടിക്കുകയാണ്. RMP രാഷ്ട്രീയമായി പരീക്ഷിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. പാർട്ടിയുടെ കോട്ടയായ വടകരയിൽ വിജയിക്കാൻ കൈമൈ മറന്ന് പോരാടുകയാണ് CPM. പാർട്ടി വോട്ടുകളും അനുഭാവി വോട്ടുകളും സ്വന്തം പെട്ടിയിൽ വീണാൽ ഇടതുമുന്നണിക്ക് വിജയിക്കാനാകും. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും TP വധം ഉയർത്തിയും ഇടതു വോട്ടുകൾ കൂടി ആകർഷിക്കാനുള്ള മുല്ലപ്പള്ളിയുടെ ശ്രമം വിജയിച്ചാൽ ഫലം മറിച്ചാകും. സംഘടനാ ശക്തി വെച്ച് നോക്കിയാൽ ഇടതു കോട്ട തന്നെയാണ് കോഴിക്കോടും. ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലത്തിൽ വികസന നേട്ടം പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് MK രാഘവൻ അവസാനം വരെ ശ്രമിച്ചത്. ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും വികസനവാദത്തിലെ പൊള്ളത്തരങ്ങളും ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രചാരണം തന്നെ ഇടതുമുന്നണി കോഴിക്കോട്ട് നടത്തുന്നുണ്ട്. പാർട്ടി വോട്ടുകളും അനുഭാവി വോട്ടുകളും ചോരാതിരുന്നാൽ A. വിജയരാഘവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയാൽ MK രാഘവനെയും എഴുതിത്തള്ളാനാകില്ല. മലബാറിൽ 6 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് CPMന്റെ കണക്ക്. അത്രയും സീറ്റുകൾ UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. മലബാറിലെ തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുമ്പോൾ ഇടതുമുന്നണിയുടെ ചെറിയ മുൻതൂക്കം പ്രകടമാണ്. ആ മുൻതൂക്കം വോട്ടിങ്ങിലും ഉണ്ടായാൽ LDFന് 6-ൽ കുറയാത്ത സീറ്റുകൾ ലഭിക്കും. ഇനിയുള്ള ദിനങ്ങളിൽ UDFന് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ 6 സീറ്റുകൾ വരെ ഐക്യമുന്നണിക്ക് പ്രതീക്ഷിക്കാം. മലബാറിൽ പോരാട്ടം ഇഞ്ചോടിഞ്ച് തന്നെയാണ്. മധ്യകേരളത്തിൽ എറണാകുളം ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മുതൽ ഇടുക്കി വരെയുള്ള UDFന്റെ സർവാധിപത്യമായിരുന്നുവെങ്കിൽ ഇത്തവണ ഇടതുമുന്നണി 5 മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയിലാണ്. മത്സരം കടുത്തതാണെന്ന് സമ്മതിക്കുന്ന UDF പക്ഷേ കഴിഞ്ഞ തവണത്തെ ഫലം ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. മധ്യകേരളത്തിൽ എറണാകുളം ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കഴിഞ്ഞ തവണ തൃശൂർ മുതൽ ഇടുക്കി വരെ UDFന്റെ സർവാധിപത്യമായിരുന്നെങ്കിൽ മധ്യകേരളത്തിൽ ഇത്തവണ ഇടതുമുന്നണി 5 മണ്ഡലങ്ങളിലെങ്കിലും വിജയപ്രതീക്ഷയിലാണ്. മത്സരം കടുത്തതാണെന്ന് സമ്മതിക്കുന്ന UDF പക്ഷേ കഴിഞ്ഞ തവണത്തെ ഫലം ആവർത്തിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു. 2009-ൽ സംസ്ഥാന തലയടിച്ച UDF തരംഗത്തിൽ മധ്യകേരളത്തിൽ നിന്ന് ജയിച്ചു കയറിയത് 7 UDF സ്ഥാനാർത്ഥികളാണ്. പക്ഷേ 2014 ആയപ്പോഴേക്കും സ്ഥിതി ഏറെ മാറിയിരിക്കുന്നു. എറണാകുളത്ത് മാത്രമാണ് UDF വിജയം ഉറപ്പു പറയുന്നത്. ഇടുക്കി, ആലപ്പുഴ, ചാലക്കുടി, തൃശൂർ മണ്ഡലങ്ങളിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വവും ചാക്കോയുടെ മണ്ഡലം മാറിയുള്ള വരവും UDFന് ശക്തമായ അടിത്തറയുള്ള ചാലക്കുടിയിൽ പോലും മത്സരം കടുത്തതാക്കി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് തന്നെയായിരുന്നു ഇടുക്കിയിലെ മുഖ്യ പ്രചരണ വിഷയം. ഇടുക്കി രൂപതയുടെ എതിർപ്പ് മൂലം സിറ്റിംഗ് MPക്ക് മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ഇടുക്കിയിൽ ഇത്തവണ രൂപതയുടെ രാഷ്ട്രീയം ഫലം കാണുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. എല്ലാം കൈവിട്ടുപോയെന്ന ഘട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് ഇടുക്കിയിൽ.
പക്ഷേ അവസാന ഘട്ടമെത്തിയപ്പോൾ ചെറിയൊരു മേധാവിത്വമുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ഇടുക്കി, പീരുമേട് മണ്ഡലങ്ങളിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ UDFന് കാര്യമായ ക്ഷീണം ചെയ്യും. എന്നാൽ ഈ ക്ഷീണം കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്ന് മറികടക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇടുക്കി രൂപതയുടെ രാഷ്ട്രീയ ലക്ഷ്യവും സാമുദായിക ലക്ഷ്യവും അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തിയായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. ഇടുക്കിയിലെ സിറ്റിംഗ് MP മത്സരിക്കാൻ അവസരം കിട്ടാത്ത തരത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ തന്നെ ചോയ്സായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നു. അതുകൊണ്ട് ആ ഒരു സംഘടിത മതസമുദായ നേതൃത്വത്തിന് സ്വീകാര്യമാകും. അവരുടെ കോൺഗ്രസിനോടുള്ള വൈരാഗ്യം മാറും, ഭരണ മുന്നണിയോടുള്ള വൈരാഗ്യം മാറും എന്നായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷ അത്രത്തോളം ഫലവത്തായിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായും കാണുന്നുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുമായി പൂർണ്ണമായി ഇടപഴകി പ്രവർത്തിക്കാനാവാത്തതും ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളും ഇടതുമുന്നണിക്ക് ആദ്യഘട്ടത്തിലുണ്ടായ മേൽക്കൈ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇടുക്കി രൂപത അഭിമാന പ്രശ്നമായാണ് ജോയ്സ് ജോർജിന്റെ വിജയം കാണുന്നത്. അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് വരെ ഇടുക്കിയിൽ പ്രചരണ രംഗത്ത് എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണുള്ളത്. സ്ഥാനാർത്ഥി നിർണയം വൈകിയെങ്കിലും സംഘടനാ സംവിധാനത്തിന്റെ ഫലത്തിൽ കോട്ടയത്ത് ഇടതുമുന്നണി UDFനൊപ്പം എത്തിയിട്ടുണ്ട്. മാത്യു ടി തോമസിന്റെ വ്യക്തിപ്രഭാവം കുറച്ചു വോട്ടുകൾ കൂട്ടുമെന്നല്ലാതെ കോട്ടയത്ത് ഇടതുമുന്നണിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. റബ്ബർ വിലയിടിവാണ് കോട്ടയത്തെ പ്രധാന പ്രചാരണ വിഷയം. കസ്തൂരിരംഗൻ വിഷയമൊന്നും കോട്ടയത്ത് വലിയ ചർച്ചയായിട്ടില്ല. മധ്യകേരളത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. വ്യക്തിപരവും രാഷ്ട്രീയപരമായ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് രംഗം. പാർട്ടി മുൻ ജില്ലാ സെക്രട്ടറിയെ കളത്തിലിറക്കിയത് തന്നെ ആലപ്പുഴയിൽ അട്ടിമറി ജയം പ്രതീക്ഷിച്ചാണ് CPIM. JSS പിന്തുണയും KC വേണുഗോപാലിനെതിരായ വ്യക്തിപരമായ ആരോപണങ്ങളും തൊഴിലാളി മേഖലയുടെ കിതപ്പും ഇത്തവണ ആലപ്പുഴയിൽ ചെങ്കൊടി പാറിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതേസമയം KC വേണുഗോപാലിനെ പരാജയപ്പെടുത്തണമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ആഹ്വാനം KC വേണുഗോപാലിന് അനുകൂലമായി നായർ വോട്ടുകളുടെ ഏകീകരണത്തിനിടയാക്കും. എന്നാൽ ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിന് എതിരായിട്ട് വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു മനോഭാവം വോട്ടർ സൈക്കിനെ ഉത്തേജിപ്പിക്കാൻ സുധീരൻ വളരെ സമർത്ഥമായി കളിച്ചിട്ടുണ്ട്. അത് ഫലം കണ്ടിട്ടുമുണ്ട്. അതുപോലൊരു ഫലമായിരിക്കും വേണുഗോപാലിനെതിരെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമുദായങ്ങൾക്കിടയിൽ ഏകീകരണം ഉണ്ടാക്കുന്നതോടൊപ്പം വെള്ളാപ്പള്ളി വിരുദ്ധ രാഷ്ട്രീയക്കാർക്കിടയിലും ഏകീകരണം ഉണ്ടാക്കും. നായർ വോട്ടുകളുടെ ഏകീകരണത്തിലാണ് UDFന്റെ വിജയക്കണക്ക്. കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് MPയുമായ കൊടിക്കുന്നിൽ സുരേഷ് തന്നെയാണ് മാവേലിക്കര മണ്ഡലത്തിൽ മുൻതൂക്കം. സാധാരണക്കാർക്കിടയിലുള്ള പൊതു സ്വീകാര്യതയാണ് സുരേഷിന്റെ അനുകൂല ഘടകം. ഉള്ള സ്ഥാനാർത്ഥികളിൽ തമ്മിൽ ഭേദം കൊടിക്കുന്നിലാണെന്ന അഭിപ്രായം പുലർത്തുന്നവർ ഏറെയാണ് മണ്ഡലത്തിൽ. എറണാകുളം മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ സിറ്റിംഗ് MPയും കേന്ദ്രമന്ത്രിയുമായ KV തോമസിന്റെ പ്രചാരണ രംഗത്തെ മുൻതൂക്കം വോട്ടിലും ആവർത്തിക്കും. CPMന്റെ വാടകയ്ക്കെടുത്ത സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ പലരെയും പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. കൊല്ലത്തുകാരനായ ക്രിസ്റ്റിയെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു, CPM സപ്പോർട്ട് ചെയ്തു. അത് കൊല്ലത്ത് MA ബേബിക്ക് ജയിക്കുവാൻ വേണ്ടിയുള്ള ഒരു കമ്മ്യൂണൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതൊരു വ്യവസായിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പോലുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അപമതി ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടുണ്ടായിരിക്കുകയാണ്. മെട്രോ ഉൾപ്പെടെയുള്ള വികസന വിഷയങ്ങൾ പ്രചരണ രംഗത്ത് സജീവമായപ്പോൾ കുടിവെള്ളക്ഷാമം പോലുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ചയാവാതെ പോയി എറണാകുളത്ത്. ഏറെ വോട്ടുകൾ നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആം ആദ്മി പാർട്ടി പാളയത്തിലെ പടയിൽ നട്ടം തിരിയുകയാണ് എറണാകുളത്ത്. ഇത്തവണ വോട്ട് ചെയ്യില്ലെന്നുറപ്പിച്ച നിരവധി ചെറു കൂട്ടായ്മകളുമുണ്ട് എറണാകുളം മണ്ഡലത്തിൽ. ചാലക്കുടിയിൽ വിയർക്കേണ്ടി വന്നതാണ് UDFന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ദയനീയത. പരമ്പരാഗതമായി UDFനൊപ്പം നിന്ന മണ്ഡലത്തിൽ ചാക്കോയുടെ കളം മാറ്റമാണ് മത്സരം മുറുകുന്നതിനിടയാക്കിയത്. ഒപ്പം SDPI, ആം ആദ്മി പാർട്ടി, വെൽഫെയർ പാർട്ടി തുടങ്ങിയവർ പിടിക്കുന്ന ഭൂരിഭാഗം വോട്ടും ചോരുക UDFൽ നിന്നായിരിക്കും. മൂന്ന് പാർട്ടിയും കൂടി മൊത്തം വോട്ടിന്റെ 7% നേടാനും സാധ്യതയേറെയാണ് ചാലക്കുടിയിൽ. യാക്കോബായ സഭയ്ക്ക് നല്ല വോട്ടുള്ള മണ്ഡലമാണ് ചാലക്കുടി. സഭാംഗമായ ചാക്കോയെ വിജയിപ്പിക്കാൻ സഭ അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. ഇന്നസെന്റിന്റെ യോഗങ്ങളിൽ ആൾക്കൂട്ടമുണ്ടെങ്കിലും അത് വോട്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. താരപ്പൊലിമ കൊണ്ട് അല്ല ഗണേഷ് കുമാർ MLA ആയത്. അതുപോലെ ഇന്നസെൻ്റ്
ഒരു സോറി ഫിഗറായിരിക്കും ഇലക്ഷൻ റിസൾട്ട് വന്നാൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ചാലക്കുടി പോലെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കും. 30,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF ചാലക്കുടിയിൽ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ മണ്ഡലത്തിൽ ഇത്തവണ ഇടതുമുന്നണിക്കാണ് മുൻതൂക്കം. സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ സുപരിചിതനാണെന്നതും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരുമാണ് ഇടത് പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. കഴിഞ്ഞ തവണ വിജയിച്ച PC ചാക്കോയ്ക്കെതിരെ വോട്ടർമാർക്കിടയിൽ കടുത്ത അതൃപ്തിയാണ് നിലനിൽക്കുന്നത്. ഇത് UDF വിരുദ്ധ വോട്ടുകളുടെ എണ്ണം കൂട്ടുമെന്ന വിലയിരുത്തലാണുള്ളത്. അതേസമയം CPI സ്ഥാനാർത്ഥിക്ക് CPMന്റെ മുഴുവൻ വോട്ടും കിട്ടില്ലെന്നാണ് UDF പറയുന്നത്. എ ഗ്രൂപ്പുകാരനായ ധനപാലനെ വിജയിപ്പിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം I ഗ്രൂപ്പ് നേതാക്കൾക്കാണ് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടുതന്നെ കാരുവാരൽ ഉണ്ടാവില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നേടിയ മുൻതൂക്കം പ്രചരണത്തിന്റെ അവസാന റൗണ്ടിലും ഇടതുമുന്നണി കാത്തുസൂക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനൊപ്പം ജാതിയും മതവും വിധി നിർണ്ണയിക്കുന്ന മേഖലയാണ് മധ്യകേരളം. വിപ്ലവ പാർട്ടികളെന്ന് അവകാശപ്പെടുന്നവരുടെ സ്ഥാനാർത്ഥിക പട്ടികയിലൊക്കെ ഈ ജാതി രാഷ്ട്രീയമാണ് നിറഞ്ഞു നിൽക്കുന്നത് മധ്യകേരളത്തിൽ. 2009 തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിലെ 4 മണ്ഡലങ്ങളിൽ 3 നേടിയത് UDF ആയിരുന്നു. തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും UDF നേടിയപ്പോൾ ആറ്റിങ്ങലിൽ മാത്രമാണ് LDF ജയിച്ചത്. എന്നാൽ പ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ശേഷിക്കുമ്പോൾ ഈ വിജയം ആവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. കടുത്ത മത്സരം നിലവിലുണ്ടെങ്കിലും ആറ്റിങ്ങലിൽ വിജയം ആവർത്തിക്കുമെന്നാണ് LDFന്റെ അവകാശവാദം. തിരുവനന്തപുരത്ത് അനായാസ വിജയം പ്രതീക്ഷിച്ച ശശി തരൂരിനെതിരെ ഡോക്ടർ ബെനറ്റ് എബ്രഹാമും O രാജഗോപാലും ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കുക എളുപ്പമല്ല. ഇവിടെ അട്ടിമറി സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൊല്ലത്ത് NK പ്രേമചന്ദ്രനും MA ബേബിയും ഏറ്റുമുട്ടുമ്പോൾ ജയപരാജയങ്ങൾ പ്രവചിക്കുക എളുപ്പമല്ല. പത്തനംതിട്ടയിൽ പീലിപ്പോസ് തോമസ് ഉയർത്തുന്ന കനത്ത വെല്ലുവിളി അതിജീവിക്കാൻ ആന്റോ ആന്റണിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് തീപാറുന്ന ത്രികോണ മത്സരം നടക്കുന്ന ഏക മണ്ഡലമാണ് തിരുവനന്തപുരം. BJP ഏറ്റവും കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്ന മണ്ഡലവും. വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് UDF ഉറപ്പിച്ചു പറയുന്നതെങ്കിലും മുൻ തെരഞ്ഞെടുപ്പിലെ പോലെ എളുപ്പമല്ലെന്ന് അവരും തിരിച്ചറിയുന്നുണ്ട്. അതേസമയം 2009 ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. പുതിയ സ്ഥാനാർത്ഥി എന്ന പരിചയക്കുറവ് മറികടക്കാൻ ബെനറ്റിന് കഴിഞ്ഞിട്ടുമുണ്ട്. മുതിർന്ന നേതാവായ O രാജഗോപാലിന് രംഗത്തിറക്കിയിരിക്കുന്ന BJP ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പ്രചാരണത്തിൽ ഇരു മുന്നണികൾക്കും ഒപ്പം മുന്നേറുന്നുണ്ടെങ്കിലും ഇക്കുറിയും അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിയുമെന്ന് ഇനിയും പറയാറായിട്ടില്ല. അതേസമയം BJPയുടെ വോട്ടിൽ കാര്യമായ വർധനയുണ്ടാകും. അവസാന ഘട്ടത്തിലെത്തുമ്പോൾ LDF UDF മുന്നണികൾ തമ്മിൽ തന്നെയാണ് യഥാർത്ഥ പോരാട്ടം. ഇടതുപക്ഷ വോട്ടുകളും നാടാർ വോട്ടുകളുടെ ഏകീകരണവും ഒത്തുചേർന്നാൽ വിജയം അസാധ്യമല്ലെന്ന് LDF കണക്ക് കൂട്ടുന്നു. എന്നാൽ നാടാർ വോട്ടുകളുടെ ഏകീകരണം മറ്റു സമുദായങ്ങളുടെ വോട്ടിംഗ് രീതിയെ എങ്ങനെ ബാധിക്കുമെന്നത് നിർണായകമാണ്. നഗരമണ്ഡലങ്ങളിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതക്കുറവും UDFന് ഗുണം ചെയ്യുമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. BJP പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. എന്നാൽ രാജഗോപാലിനെതിരെ അതേ തരൂരിന് അനുകൂലമായി വരുന്ന ഘടകങ്ങൾ മോഡി സർക്കാർ വരുമോ എന്നുള്ള ഭയം ന്യൂനപക്ഷങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരുടെ ഇടയിൽ ആശങ്കയ്ക്കിടയൊക്കെ ഉണ്ട്. അത് ഗുണം കിട്ടുന്നത് തീർച്ചയായിട്ടും ശശി തരൂരിനാണ്. ഒരിക്കലും ഇടതുമുന്നണിക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് തരൂരിന് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ കാരണം. പിന്നെ ബെനറ്റ് ഒരു ജനകീയനായ സ്ഥാനാർത്ഥിയാണെന്ന് ഒരു പ്രത്യേകിച്ച് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കുന്നതിൽ കൂടി ആ സ്ഥാനാർത്ഥിയുടെ ആ സമുദായത്തിൻ്റെ ധ്രുവീകരണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് മറുവശവുമുണ്ട് എന്നുകൂടി രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം പ്രതീക്ഷയർപ്പിക്കുമ്പോൾ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ അനുകൂലമാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാകും. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിലാണ് BJPയുടെ പ്രതീക്ഷ. ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ അടിയൊഴുക്കുകളാണ് വിധി നിർണ്ണയിക്കുക. സാമുദായിക വോട്ടുകൾ തേടിയുള്ള ഇടതിൻ്റെ ശ്രമങ്ങളാണോ അതിനെ മറികടക്കാനുള്ള UDFന്റെ തന്ത്രങ്ങളാണോ വിജയിക്കുക എന്നതാണ് ഏവരും കാത്തിരിക്കുന്നത്. പരമ്പരാഗതമായി ഇടതിന് രാഷ്ട്രീയ മേൽക്കൈയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ. ഇടയ്ക്ക് തുടർച്ചയായി കോൺഗ്രസ് വിജയിച്ചു വന്നെങ്കിലും കഴിഞ്ഞ 23 വർഷമായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ ആധിപത്യമാണ് കണ്ടുവരുന്നത്. ഈ രാഷ്ട്രീയ മേൽക്കൈക്കൊപ്പം സിറ്റിംഗ് MP അഡ്വക്കേറ്റ് A സമ്പത്ത് വീണ്ടും മത്സരിക്കുന്നുവെന്നതാണ് ഇടതുമുന്നണിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നത്. മികച്ച സിറ്റിംഗ് MP എന്ന സമ്പത്തിൻ്റെ ഇമേജിനെ മറികടന്ന് പ്രചാരണത്തിൽ ഇടതിനൊപ്പം മുന്നേറാൻ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ ശക്തമായ വെല്ലുവിളിയാണ് സമ്പത്ത് നേരിടുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം അതിശക്തമായ ഒരു മത്സരത്തിനെയാണ് ആറ്റിങ്ങലിൽ കാണുന്നത്. അവിടെ കഴിഞ്ഞ 2009 നടന്ന ഇലക്ഷനിൽ ഇടതുപക്ഷത്തിന് ഒരു പ്രതിയോഗി ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ബാലേന്ദ്രൻ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു.
ബാലേന്ദ്രനെ അപേക്ഷിച്ച് ഇത്തവണത്തെ സ്ഥാനാർത്ഥി വളരെ ശക്തിയാണ്. മാത്രമല്ല UDF എല്ലാ തരത്തിലും അവിടെ നല്ലൊരു പ്രചരണ രീതി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട വിളപ്പിൽ ലോക്കൽ കമ്മിറ്റി അംഗം കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും വേളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ഗിരിജകുമാരിയാണ് BJP സ്ഥാനാർത്ഥി. CPM-ൽ നിന്നുള്ള വോട്ടുകൾ കൂടി സമാഹരിച്ച് വോട്ടുകൾ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് BJPയുടെ ശ്രമം. അതേസമയം ആറ്റിങ്ങലിലെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ ചെറുപാർട്ടികളുടെ സാന്നിധ്യവും പങ്കുവഹിക്കും. വെൽഫെയർ പാർട്ടിയുടെ പ്രിയ സുനിൽ, STPയുടെ മനോജ് കുമാർ, DHRM BSP സഖ്യത്തിൻ്റെ തത്തു, RMPയുടെ KS ഹരിഹരൻ തുടങ്ങിയവരാണ് ഇവരിൽ പ്രമുഖർ. DHRM കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 5000 വോട്ട് നേടിയിരുന്നു. BSPക്ക് 15000 വോട്ടും ലഭിച്ചിരുന്നു. ഇവരുടെ വോട്ടുകൾ വർദ്ധിച്ചാൽ LDF സ്ഥാനാർത്ഥിക്ക് ദോഷം ചെയ്യും. വെൽഫെയർ പാർട്ടി നേടാനിടയുള്ള വോട്ടുകളും പരമ്പരാഗതമായി ഇടതിന് ലഭിക്കുന്ന വോട്ടുകളാണ്. STPയെ ലക്ഷ്യമിടുന്നത് പ്രധാനമായും മുസ്ലിം ദലിത് വോട്ടുകളാണ്. മുസ്ലിം വോട്ടുകളിൽ ഒരു പങ്ക് STPI സമാഹരിക്കുമ്പോൾ നഷ്ടം UDFനാകും. ഈ പാർട്ടികൾക്ക് പുറമെ ശിവസേന സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് വക്കം അജിത്തും മത്സരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 30,000-ലേറെ വോട്ടുകൾ ഈ ചെറുപാർട്ടികൾ ചേർന്ന് പിടിക്കുമ്പോൾ ഏത് മുന്നണിക്ക് ദോഷം ചെയ്യുമെന്ന് പ്രവചിക്കാനാവില്ല. ഈ സാഹചര്യത്തിലാണ് ആറ്റിങ്ങൽ പ്രവചനസാധ്യമല്ലാത്ത മണ്ഡലമായി മാറുന്നത്. അതേസമയം UDFും LDFും തമ്മിൽ നേരിട്ട് താരതമ്യം ചെയ്യുമ്പോൾ LDFന് ചെറിയ മുൻതൂക്കമുണ്ടെന്നും പറയാം. സിറ്റിംഗ് MP എന്ന മുൻതൂക്കം അഡ്വക്കേറ്റ് A സമ്പത്തിനുണ്ടെങ്കിലും പ്രചാരണത്തിൽ കനത്ത വെല്ലുവിളി ഉയർത്താൻ ബിന്ദു കൃഷ്ണക്കായിട്ടുണ്ട്. ഇതിനിടയിൽ ചെറുപാർട്ടികൾ നേടുന്ന വോട്ടുകൾ ഇരു മുന്നണികളുടെയും ജയപരാജയങ്ങളിൽ നിർണായകമാകും. കടുത്ത പോരാട്ടം നടക്കുന്ന കൊല്ലത്ത് അവസാനഘട്ട പ്രചരണത്തിലേക്ക് കിടക്കുകയാണ് സ്ഥാനാർത്ഥികൾ. 7 നിയമസഭാ മണ്ഡലങ്ങളിലും 2 വട്ടം പ്രചരണം നടത്തിയ സ്ഥാനാർത്ഥികൾ ശുഭപ്രതീക്ഷയിലാണ്. നേതാക്കളുടെ വിവാദ പരാമർശം കൊണ്ട് അനുദിനം ശ്രദ്ധേയമാകുന്ന മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും വിജയം അവകാശപ്പെടുന്നു. RSPയുടെ മുന്നണി മാറ്റം തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണായുധം. ഇടതുകോട്ടകളായ ചടയമംഗലവും പുനലൂരും മികച്ച ലീഡ് നൽകുമെന്നാണ് LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ പ്രതീക്ഷ. RSPയെ സംബന്ധിച്ച് വിജയത്തിൽ കുറഞ്ഞ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുക പോലും അസാധ്യം. CPM NK പ്രേമചന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുമ്പോഴും സംയമനം പാലിച്ചാണ് UDFിൻ്റെ പ്രചാരണം. പ്രേമചന്ദ്രനെ ഇടതുപക്ഷം കടന്നാക്രമിക്കുന്നത് UDFിന് അനുകൂലമാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. NSSൻ്റെയും SNDPയുടെയും പിന്തുണ കുന്നത്തൂർ പോലുള്ള ഇടതുമണ്ഡലങ്ങളിൽ പ്രേമചന്ദ്രന് മുൻതൂക്കം നൽകുമെന്നാണ് കണക്കുകൂട്ടുന്നത്. STPI മത്സരരംഗത്തുണ്ടെങ്കിലും മുസ്ലിം വോട്ടുകളിൽ ഏറിയ പങ്കും പ്രേമചന്ദ്രന് പിടിക്കാനാകുമെന്ന് തന്നെയാണ് UDFിൻ്റെ കണക്കുകൂട്ടൽ. BJP സ്ഥാനാർത്ഥി PM വേലായുധൻ കഴിഞ്ഞ തവണത്തെ വോട്ട് നിലനിർത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിൽ ഇടതുമുന്നണിക്ക് മുൻതൂക്കം അവകാശപ്പെടാമെങ്കിലും ബേബിക്ക് വിജയം അത്ര എളുപ്പമല്ല. NK പ്രേമചന്ദ്രൻ നേതാവിൻ്റെ വ്യക്തിത്വം തന്നെയാണ് ജയപരാജയങ്ങൾ പ്രവചിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക എന്നത് UDFിൻ്റെയും LDFിൻ്റെയും ആവശ്യം എന്നതുകൊണ്ട് 2 വിഭാഗവും കടുത്ത പ്രചരണ രീതികളാണ് അവലംബിച്ച് കാണുന്നത്. 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയാണ് UDF വിജയിച്ചതെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പത്തനംതിട്ടയിൽ ഇത്തവണ വിജയം എളുപ്പമാകില്ല. MPക്കെതിരായ വികാരം മണ്ഡലത്തിൽ ശക്തമാണെങ്കിലും LDFന് ഇത് മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് UDFിൻ്റെ ആശ്വാസം. കസ്തൂരി രംഗനും RN മുളയും വികസന മുരടിപ്പും UDF സ്ഥാനാർത്ഥിയായ ആൻഡോ ആൻ്റണിക്ക് വിനയാകുമ്പോൾ കോൺഗ്രസ് വിട്ടെത്തിയ LDF സ്ഥാനാർത്ഥി പീലിപ്പോസ് തോമസിന് ഇത് മുതലെടുക്കാൻ സാധിച്ചിട്ടില്ല. റബ്ബർ വിലയിടിവും കുടിവെള്ളക്ഷാമവും ക്വാറി വിഷയവും പലരെയും വോട്ട് ബഹിഷ്കരണത്തിനും പ്രേരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ പിന്തുണ തങ്ങൾക്കൊപ്പമുണ്ടെന്നാണ് സ്ഥാനാർത്ഥികളുടെ വാദം. ആരും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാമെന്ന് പ്രതീക്ഷിക്കണം. കഴിഞ്ഞ പ്രാവശ്യം 1,00,000-ലധികം വോട്ട് ആൻ്റോണിക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തവണ ടൈറ്റ് ഫൈറ്റാണ്, ഇഞ്ചോടിഞ്ചുള്ള ഫൈറ്റാണ്. ഈ പറയുന്ന പോലെ എന്താ പറയുന്നത്, കയ്യാലപ്പുറത്തിരിക്കുകയാണ് സാധനം. അത് അവിടേക്കും വീഴ ഇവിടേക്കും വീഴ. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ വോട്ടിങ് എത്രമാത്രം വോട്ട് ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ കഴിയുക, അത്രമാത്രം സ്വന്തമാക്കുന്നതനുസരിച്ചിരിക്കും കാര്യം. ആറന്മുള വിമാനത്താവള പ്രശ്നം തന്നെയാണ് BJP സ്ഥാനാർത്ഥി MT രമേശിൻ്റെ മുഖ്യ പ്രചാരണായുധം. പാർട്ടി വോട്ടുകൾ വർദ്ധിക്കാൻ ഇത് കാരണമായേക്കും. മാർത്തോമ സഭയുടെയും ക്നാനായ സഭയുടെയും നിലപാടുകളും മണ്ഡലത്തിൽ നിർണായകമാണ്. പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും കോന്നിയും UDFന് ഇത്തവണയും തുണച്ചേക്കാം. റാന്നി, അടൂർ, തിരുവല്ല നിയോജക മണ്ഡലങ്ങളിലാണ് LDFിൻ്റെ പ്രതീക്ഷ. ഇടത് ഐക്യമുന്നണി, STPI, പശ്ചിമഘട്ട സംരക്ഷണ സമിതി,
BSP, DHRM എന്നിവരുടെ സ്ഥാനാർത്ഥികളും സജീവമായി പ്രചാരണ രംഗത്തുള്ളത് മുന്നണികളെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള വിഷയങ്ങളൊന്നും പത്തനംതിട്ട മണ്ഡലത്തിലെ പ്രചാരണത്തിന് അത്ര ശക്തമായിരുന്നില്ല. ആറന്മുളയും വികസന മുരടിപ്പും പോലെയുള്ള പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും ചർച്ചയായത്. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP-യായ ആന്റോ ആന്റണിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ അത്ര എളുപ്പം വിജയിച്ചു കയറാൻ സാധിക്കത്തില്ല. എന്നാൽ LDF-ന് ഇത് എത്രമാത്രം മുതലെടുക്കാൻ സാധിച്ചു എന്നതും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.